ഒരിക്കൽ ഖലീഫ ഉമർ ബിൻ അബ്ദുൽ അസീസിൻ്റെ ദർബാറിലേക്ക് രാജകുടുംബത്തിലെ പ്രമുഖനെതിരെ പരാതിയുമായി ഒരു അമുസ്ലിം സുഹൃത്ത് കയറി വന്നു. ക്രൈസ്തവനായ അദ്ദേഹം അള്ളാഹുവിൻ്റെ കിതാബ് പ്രകാരമുള്ള അഥവാ ഖുർആൻ പ്രകാരമുള്ള നീതി തനിക്ക് കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വന്നത്. പ്രതി രാജകുടുംബത്തിലെ പ്രമുഖൻ അബ്ബാസ് വലീദ് അബ്ദുൽ മലിക്കായിരുന്നു. ഖലീഫ പരാതി പറയാൻ അയാളെ ധൈര്യപ്പെടുത്തി. രാജകുടുംബത്തിലെ പ്രമുഖരൊക്കെ ഇരിക്കുന്ന സദസ്സിലാണ് ഈ ആവലാതി കെട്ടഴിക്കുന്നത്. അബ്ബാസ്, എൻ്റെ ഒരു ഭൂമി കവർന്നെടുത്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ എനിക്ക് കിതാബ് പ്രകാരം അഥവാ ഖുർആൻ പ്രകാരം ന്യായം സ്ഥാപിച്ചു കിട്ടണം, അയാൾ പറഞ്ഞു. അബ്ബാസ് ആ സദസ്സിൽ തന്നെയുണ്ട്. കൂസലില്ലാതെയാണ് പരാതിക്കാരൻ സംസാരിക്കുന്നത്. അബ്ബാസിനാണെങ്കിൽ ഒരു പരുങ്ങലും കാണാം. അബ്ബാസ്, എന്തു പറയാനുണ്ട് താങ്കൾക്ക്? താങ്കൾ പരാതി കേട്ടില്ലേ? ഖലീഫ ചോദിച്ചു. അമീർ, എനിക്ക് ഉപ്പ വലീദ് പതിച്ചു തന്ന ഭൂമിയാണത്. അതിനെനിക്ക് പ്രമാണവും തന്നിട്ടുണ്ട്. ഖലീഫയ്ക്ക് മനസ്സിലായി, ഉപ്പ വലീദ് ഭരണകാലഘട്ടത്തിൽ പല ആളുകളുടെയും ഭൂമി പലർക്കും പതിച്ചു കൊടുത്തിട്ടുണ്ട്. അധികാരമുള്ളവർക്ക് പ്രമാണം എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാമല്ലോ. സഹോദര, താങ്കൾക്കെന്ത് പറയാനുണ്ട്? പരാതിക്കാരൻ ചോദിച്ചു. പരാതിക്കാരൻ ഉറച്ചു നിന്നു. കിതാബ് പ്രകാരമുള്ള ന്യായമാണ് എനിക്ക് വേണ്ടത്, അല്ലാതെ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പ്രമാണമല്ല. അങ്ങനെ ആ ഭൂമി തിരികെ കൊടുക്കാൻ ഖലീഫ അബ്ബാസിനോട് പറഞ്ഞു. അബ്ബാസിന് അത് കൊടുക്കുകയില്ലാതെ മറ്റൊരു വഴിയുണ്ടായിരുന്നില്ല.